യേശുക്രിസ്തു പറഞ്ഞ സങ്കീർണവും എന്നാൽ അർത്ഥവത്തുമായ ഒരു ഉപമയാണ് കതിരും കളയും, ദ പാരബിൾ ഓഫ് ദ വീഡ്സ്. ഇത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 24 മുതൽ 30 വരെ വചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കഥയും അതിന്റെ ആത്മീയ അർത്ഥവും സ്വർഗരാജ്യം തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ച ഒരു മനുഷ്യനോട് സദൃശമാണ്. 1. ശത്രുവിന്റെ പ്രവൃത്തി. ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള, വിഷമുള്ള സസ്യം വിതച്ചു കടന്നുപോയി. 2. വളർച്ച. ഗോതമ്പ് മുളച്ചു വളർന്ന് കതിരായപ്പോൾ അതിന്റെ കൂടെ കളകളും പ്രത്യക്ഷപ്പെട്ടു. 3. വേലക്കാരുടെ സംശയം. യജമാനന്റെ വേലക്കാർ വന്ന് ചോദിച്ചു, യജമാനനെ, നീ നിലത്ത് നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകൾ എവിടെ നിന്ന് വന്നു? 4. യജമാനന്റെ മറുപടി, ഇതൊരു ശത്രു ചെയ്തതാണ് എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി അവ പറിച്ചുകളയട്ടെയോ? 5. ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്. യജമാനൻ പറഞ്ഞു, വേണ്ട, നിങ്ങൾ കള പറിക്കുമ്പോൾ കൂടെ ഗോതമ്പും പിഴുതുപോയേക്കാം. കൊയ്ത്തുകാലം വരെ രണ്ടും കൂടെ വളരട്ടെ. കൊയ്ത്തു സമയത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യം കളകൾ പറിച്ചുകൂട്ടി ചുട്ടുകളയാൻ കെട്ടുകളാക്കുക, ഗോതമ്പോ എന്റെ കളപ്പുരയിൽ ശേഖരിക്കുക. ഉപമയുടെ അർത്ഥം. ശിഷ്യന്മാരുടെ ആവശ്യപ്രകാരം യേശു തന്നെ ഇതിന്റെ അർത്ഥം വ്യക്തമാക്കി നൽകി. വിതക്കാരൻ മനുഷ്യപുത്രൻ യേശുക്രിസ്തു. നിലം ഈ ലോകം. നല്ല വിത്ത് ഗോതമ്പ്, ദൈവരാജ്യത്തിന്റെ പുത്രന്മാർ, നീതിമാന്മാർ. കളകൾ ദുഷ്ടന്റെ, പിശാചിന്റെ പുത്രന്മാർ. ശത്രു പിശാച്. കൊയ്ത്തുകാലം ലോകാവസാനം. കൊയ്ത്തുകാർ ദൈവദൂതന്മാർ. ഈ ഉപമ നൽകുന്ന സന്ദേശം. 1. നന്മയും തിന്മയും. ഈ ലോകത്ത് നന്മയും തിന്മയും ഒരേപോലെ നിലനിൽക്കുന്നു. ദൈവത്തിന്റെ മക്കളും അല്ലാത്തവരും ഒരുമിച്ച് ജീവിക്കുന്നു. 2. ദൈവത്തിന്റെ ക്ഷമ. തിന്മ ചെയ്യുന്നവരെ ഉടൻ തന്നെ നശിപ്പിക്കാതെ ദൈവം അവർക്ക് മാറ്റത്തിനുള്ള സമയം നൽകുന്നു. ഗോതമ്പിന് നല്ലവർക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനാണ് ദൈവം അന്ത്യവിധി വരെ കാത്തിരിക്കുന്നത്. 3. അന്ത്യവിധി. ലോകാവസാനത്തിൽ ഒരു വേർതിരിക്കലുണ്ടാകുമെന്നും നന്മ ചെയ്യുന്നവർക്ക് പ്രതിഫലവും തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷയും ലഭിക്കുമെന്നും ഈ ഉപമ ഓർമ്മിപ്പിക്കുന്നു.